40 സാധാരണക്കാർ, 3 ജഡ്ജസ്, 21 ദിനങ്ങൾ. ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് തുടക്കം. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അഗ്നിപരീക്ഷ എന്ന പ്രീ ഷോ ആരംഭിച്ചു. 21 ദിവസം നീളുന്ന മത്സരത്തിൽ 40 സാധാരണക്കാരാണ് പങ്കെടുക്കുന്നത്. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പ്രധാന സീസൺ തുടങ്ങുന്നതിന് മുൻപായുള്ള പ്രീ ഷോയായ അഗ്നിപരീക്ഷയ്ക്ക് തുടക്കം. ആരെല്ലാമാണ് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നത്? ആരൊക്കെയാണ് ജഡ്ജസ്? എത്ര ദിവസമാണ് അഗ്നിപരീക്ഷയുള്ളത്? 40 സാധാരണക്കാർ. മുൻ ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ 3 ജഡ്ജസ്. 21 ദിവസത്തെ പോരാട്ടം. അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹെദാസ് എന്നിവർ ജഡ്ജസായി ഷോയിലെത്തിയപ്പോൾ റെനീഷയാണ് അഗ്നിപരീക്ഷയിൽ ആങ്കറായി എത്തിയത്. പരീക്ഷ അത്ര സിമ്പിൾ ആക്കാതിരിക്കുക എന്നതാണ് ജഡ്ജസുമാരുടെ പ്രധാന ഉദ്ദേശം. ഷോയിലെ ഇൻട്രോ കഴിഞ്ഞ് ജഡ്ജസുകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ ശേഷം ഷോയിൽ പങ്കെടുക്കുന്ന 40 പേര് 20 പേരെയാണ് ആദ്യം വേദിയിലേക്ക് വിളിച്ചത്. മൺചിത്രത്താഴ് എന്ന ടാസ്ക് കൊടുത്തുകൊണ്ടാണ് 40 പേരിൽ ആദ്യം 20 പേരെ സെലക്ട് ചെയ്തത്. ടാസ്കുകൾ ഇങ്ങനെയായിരുന്നു: 20 താക്കോലുകൾ ക്ലൂകൾ ചേർത്ത് ഒരു വശത്ത് കെട്ടിയിടും. മറുവശത്ത് ആ താക്കോൽ വെച്ച് തുറക്കാൻ കഴിയുന്ന പൂട്ടുകൾ. താക്കോലും ക്ലൂവും കൈക്കലാക്കിയ ശേഷം മാത്രം പൂട്ടിൻ്റെ ഭാഗത്ത് പോയി താക്കോൽ ഉപയോഗിച്ച് ആ പൂട്ട് തുറക്കണം. അത്തരത്തിൽ ആദ്യ പൂട്ടുകൾ തുറക്കുന്ന 20 പേരാണ് ആദ്യഘട്ടത്തിൽ വേദിയിലെത്തുക. അങ്ങനെ സെലക്ട് ചെയ്ത 20 പേരെ ആദ്യം 3 ഗ്രൂപ്പുകൾ ആക്കുകയാണ് ഉണ്ടായത്. രഞ്ജിനി ഗ്രൂപ്പ്, റിയാസ് ഗ്രൂപ്പ്, മാരാർ ഗ്രൂപ്പ്. ഇതിൽ രഞ്ജിനി ഹെദാസ് തൻ്റെ ഗ്രൂപ്പിൽ സ്ത്രീകളെ മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇനി ഇതിലെ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ ഗ്രൂപ്പിലെയും ആളുകൾ പരസ്പരമായിരിക്കും ആദ്യ ടാസ്കിൽ മത്സരിക്കുക. മത്സര വിജയിക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ചെയിൻ ജഡ്ജസ്മാർ കഴുത്തിലണിയിക്കും. ഗ്രൂപ്പ് ടാസ്കുകളിൽ പുറത്താവുന്ന ആദ്യ 4 പേരെ 2 പേരെ വെച്ച് ഔട്ട് ഹൗസിലേക്ക് തള്ളപ്പെടും. ഓരോ ഗ്രൂപ്പ് അംഗങ്ങളെയും പരിചയപ്പെട്ട ശേഷം അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവനവൻ തന്നെ ജഡ്ജി സാറോട് പറഞ്ഞ ശേഷമാണ് ഗ്രൂപ്പ് ടാസ്ക് നൽകിയത്. ജിമ്മന്മാർ, എഞ്ചിനീയർമാർ, മോഡലുകൾ, വീട്ടമ്മമാർ, ആങ്കർമാർ, വക്കീൽമാർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള തങ്ങളെപ്പറ്റി ഒരു ബ്രീഫ് ഇൻട്രോ ജഡ്ജസ്മാർക്ക് നൽകി. അതിനുശേഷമാണ് ഗ്രൂപ്പ് ടാസ്ക് ആരംഭിച്ചത്. ആദ്യമെത്തിയത് റിയാസിൻ്റെ ഗ്രൂപ്പായിരുന്നു. സ്കെയിലുകളും കപ്പുകളും ഉപയോഗിച്ച് ഇൻവേർട്ടഡ് പിരമിഡ് നിർമ്മിക്കുക എന്നതായിരുന്നു ടാസ്ക്. 3 പേരാണ് ബസറിന് മുൻപ് ടാസ്ക് പൂർത്തിയാക്കിയത്. അതിൽ നിന്ന് പ്രണവാണ് ഇൻഫിനിറ്റി പെൻഡന്റ് ചെയിനിന് അർഹനായത്. അടുത്തത് രഞ്ജിനിയുടെ ടീമായിരുന്നു. ചുറ്റും വൃത്തങ്ങൾ. അഖിൽ എന്ന് പറഞ്ഞാൽ ഇൻ, റെനീഷ ഔട്ട്. രഞ്ജിനി റൈറ്റ്, റിയാസ് ലെഫ്റ്റ്. 4 പേരുടെയും പേരുകൾ കേൾക്കുന്ന മാത്രമേ ഇൻ, ഔട്ട്, റൈറ്റ്, ലെഫ്റ്റ് എന്നത് തെറ്റ് വരുത്താതെ ചെയ്യുന്ന ആളായിരിക്കും വിജയി. ടാസ്ക് കഴിഞ്ഞപ്പോൾ വിജയിയായത് പാർവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ ടീമിൽ ഇൻഫിനിറ്റി ചെയിനിന് അർഹത നേടിയത് പാർവതിയാണ്. അവസാനമായിട്ട് അഖിലിൻ്റെ ടീമായിരുന്നു ഗ്ലാസ് ഇൻ ബോൾ. അതായത് നിർത്തി വെച്ചിരിക്കുന്ന ഗ്ലാസുകളിലേക്ക് ബോൾ ഇടുക. ശ്രദ്ധിക്കുക, ബോളുകൾ വെറുതെ ഇട്ടാൽ പോരെ, ബൗൺസ് ചെയ്ത് വേണം ബോൾ ഗ്ലാസുകളിലേക്ക് വീഴാൻ. അതായിരുന്നു ഈ ടീമിന് നൽകിയ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബോളുകൾ ഗ്ലാസുകളിലാക്കി ജിഷൻ ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയെടുത്തു. 3 ടീമുകളുടെയും ടാസ്കുകൾ അവസാനിച്ചപ്പോൾ 8 പേരാണ് ഔട്ട് ഹൗസിലേക്ക് തള്ളപ്പെട്ടത്. ബാക്കി 12 പേർ ഇൻ ഹൗസും. നിലവിൽ ആദ്യം 20 പേർ മാത്രമാണ് വേദിയുള്ളത്. ബാക്കി 20 പേരെ അടുത്ത എപ്പിസോഡിൽ വേദിയിലേക്ക് എത്തിക്കണമെന്നാണ് ജഡ്ജസ്മാരുടെ തീരുമാനം. അപ്പോൾ എന്തായിരിക്കും ഇനി വരുന്ന 20 പേരെ കാത്തിരിക്കുന്ന ടാസ്കുകൾ? ആരൊക്കെയായിരിക്കും ഇൻ ഹൗസ് ആവുക? ആരൊക്കെയാണ് ഔട്ട് ഹൗസിലേക്ക് തള്ളപ്പെടുക? എന്നെല്ലാം അറിയാൻ നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കേതായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ബിഗ് ബോസിൻ്റെ അടുത്ത ന്യൂസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ അമർത്തും.